بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. സമസ്ത കേരള സുന്നി യുവജന സംഘം SYS പ്ലാറ്റിനം ഇയറിനോടനുബന്ധിച്ച് നടത്തുന്ന മാനവ സഞ്ചാരം സപ്തഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ സഞ്ചാരം തേയിലയുടെയും ഏലത്തിൻ്റെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാടായ ഇടുക്കിയിൽ ടൂറിസ്റ്റുകളുടെ പറുദീസയായ ഹൈ റേഞ്ചിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ നാടിൻ്റെ മഹനീയ നേതാക്കൾ, മതനേതാക്കളും രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും, ബഹുമാന്യരായ കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ഉൾപ്പെടെ PS ശങ്കരൻ ശാന്തിയും റവറൻ ഫാദർ PK മാമൻ അവറുകളും വിവിധ മതത്തിൻ്റെയും സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എല്ലാം ചേർന്നുകൊണ്ടാണ് ഈ മലമടക്കുകളിൽ ഈ ആശയത്തെ സ്വീകരിക്കുന്നത്. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന വലിയൊരാശയം മതേതര രാജ്യത്തിൻ്റെ പ്രൗഢിയിൽ ലോകത്തിന് തന്നെ മാതൃകയായി നിലകൊള്ളുന്ന മഹത്തായ രാജ്യമാണ് ഇന്ത്യ. ഇന്ന് നമ്മുടെ ഭരണഘടനാ ദിനം കൂടിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന പേരിൽ മഹത്തായ ഒരു ഭരണഘടന കൊണ്ട് ഏറ്റവും പ്രശംസനീയമായ ഒരു സ്ഥാനം നേടിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. We the people of India, we the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular republic, secular democratic republic, ഒരു പരമാധികാര ജനാധിപത്യ മതേതരത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്ക് എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് മുഴുവനും ഈ രാജ്യത്തിൻ്റെ ശരിയായ കണ്ണാടിയാണ്, ഈ രാജ്യത്തിൻ്റെ സമ്പൂർണമായ ആശയമാണ് എന്ന് പതിറ്റാണ്ടുകളായി ലോകം അംഗീകരിച്ചിട്ടുള്ള, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും അംഗീകരിച്ചിട്ടുള്ള ഒരു തത്വമാണത്. സമീപകാലത്ത് ഈ പ്രിയാമ്പിളിൽ പറയുന്ന ഇതിൻ്റെ അന്തസത്തയായ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറയുന്ന ആശയത്തെ അത് ചോദ്യം ചെയ്തുകൊണ്ട് അത് ഈ രാജ്യത്തിൻ്റെ അന്തസത്തക്ക് യോജിച്ചതല്ല, അത് ഭരണഘടനയിൽ നിന്ന് മാറ്റണം എന്ന് ഏതാനും ആളുകൾ കോടതിയിൽ ആവശ്യപ്പെട്ടപ്പോൾ അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസത്ത എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കലും ആ ഒരു കേസ് ഇവിടെ എടുക്കാൻ സാധിക്കുകയില്ല എന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ഇന്നലെയാണ് വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള ഒരു പ്രത്യേകതയും നമ്മുടെ ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. കോടതി പറഞ്ഞിരിക്കുന്നത് these terms have achieved widespread acceptance. ഈ പ്രയോഗങ്ങൾക്ക് വിശാലമായ അംഗീകാരമുണ്ട്. with their meaning understood by we the people of India. we the people of India എന്ന് പറയുന്ന ആ ഒരു പ്രയോഗത്തിലൂടെ ഈ ഒരു ആശയത്തെ, ഈ രാജ്യം സെക്യുലറാണ്, ഈ രാജ്യം സോഷ്യലിസ്റ്റാണ്, മതേതരമാണ്, എല്ലാ ആളുകൾക്കും ക്ഷേമം നേരുന്ന ഒരു രാജ്യമാണ് എന്ന കാര്യം അംഗീകരിച്ചിട്ടുണ്ട്.
വിതൗട്ട് എനി സാംബ്ലൻസ് ഓഫ് ഡൗട്ട്, സംശയത്തിൻ്റെ ഒരു കണിക പോലും ഇല്ലാത്ത രീതിയിൽ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ഒരു സമയത്താണ് നാം ഈ ഇടുക്കിയുടെ മാമലകളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു ആശയത്തിൻ്റെ അംഗീകാരത്തിൻ്റെ നിറവിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന സന്തോഷം നാം പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം ഈ ആശയത്തിന് വിരുദ്ധമായ അങ്ങിങ്ങായി പല കോണുകളിൽ നിന്ന് നടക്കുന്ന ചലനങ്ങൾ നമ്മെ വേദനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മെനയാന്ന് ഉത്തരേന്ത്യയിലെ സംഭൽ പ്രദേശത്ത് പൗരാണികമായൊരു ആരാധനാലയത്തിനെതിരെ ആരാധനാലയം സർവേ എന്ന പേരിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തു വന്നുകൊണ്ട് അവിടെ നടത്തിയ അതിക്രമത്തിലൂടെ 5 ജീവൻ പൊലിഞ്ഞുപോയ വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടെ നമ്മുടെ ഈ ആശയത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു മുന്നേറണം എന്നൊരാവശ്യം നമ്മെ ഉണർത്തുകയാണ്. SYS ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ് ഈ മാനവ സഞ്ചാരം തുടങ്ങിയിട്ടുള്ളത്. ഈ സ്റ്റേജിലിരിക്കുന്ന വൈവിധ്യങ്ങൾ, മതത്തിൻ്റെയും ജാതിയുടെയും അധികാരത്തിൻ്റെയും വൈവിധ്യങ്ങൾ നമ്മോട് പറയുന്നത് ഒന്നായി നിൽക്കാൻ ഈ നാട്ടുകാർ തയ്യാറാണ് എന്നാണ്. ഒരു ഭരണഘടന എത്ര മികച്ചതാണെങ്കിലും അതുപയോഗിച്ച് ഭരിക്കാൻ വിധിക്കപ്പെട്ടവർ മോശക്കാരായാൽ ആ ഭരണഘടനയും മോശമാകും. ഭരണഘടന മോശമാണെങ്കിലും ഭരിക്കുന്നവർ നല്ലവരാണെങ്കിൽ ഭരണഘടനയും മെച്ചപ്പെട്ടതാകുമെന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് എത്ര അർത്ഥവത്താണ് എന്ന് നാം ചിന്തിക്കണം. ഏറ്റവും മഹത്തായൊരു ഭരണഘടന നമ്മുടെ കയ്യിലുള്ളപ്പോൾ ആ ഭരണഘടനയനുസരിച്ച് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള പൗരന്മാരെ പടച്ചു വളർത്തുക എന്നതാണ്, പടച്ചുണ്ടാക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അതിനുവേണ്ടി നാം നിലകൊള്ളണം. ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, കാസർഗോഡ് നിന്ന് ആരംഭിച്ച മാനവ സഞ്ചാരം കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും കർഷക തൊഴിലാളികളെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും മാധ്യമപ്രവർത്തകരെയും സംരംഭകരെയും വിവിധ മേഖലകളിലുള്ള ആളുകളെ കണ്ട് അവരുമായി സംവദിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ നടത്തുന്ന ഈ ഒരു യാത്ര കേരളത്തിൻ്റെ മണ്ണിൽ നല്ലൊരു ചരിത്രം സൃഷ്ടിക്കും. കേരളം ഇന്ത്യൻ ഭരണഘടനയെ ഉൾക്കൊള്ളുന്നൊരു നാടാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും അത് ഉൾക്കൊള്ളുന്നവർ തന്നെയാണ്. അങ്ങിങ്ങായി ഉയരുന്ന അപശബ്ദങ്ങൾക്ക് ഈ നാടിൻ്റെ മക്കൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന അടയാളങ്ങളാണ് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആരാധനാലയങ്ങൾ ഖനനം ചെയ്ത് പരിശോധിച്ച് പഴയ ചരിത്രങ്ങൾ എവിടെയുണ്ടോ എന്ന് പരിധി മാനവ മനസ്സുകളിൽ അനൈക്യമുണ്ടാക്കാൻ പാടില്ല എന്ന് ഇന്ത്യൻ പാർലമെൻറ്റ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് 1991 കൊണ്ടുവന്ന ആരാധനാലയ സംരക്ഷണ നിയമം 947 മുമ്പുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം എന്ന ആ നിയമം അത് പാലിക്കപ്പെടാതെ ആരെങ്കിലും ഉയർത്തുന്ന എന്തെങ്കിലും പരാതികളുടെ അടിസ്ഥാനത്തിൽ അനാവശ്യമായി ഇടപെട്ടുകൊണ്ട് രാജ്യത്ത് കാലുഷ്യത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വരുമ്പോൾ മാനവ മക്കൾക്ക് യോജിക്കേണ്ടതുണ്ട്. മാനവ മക്കൾ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ നാടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട്. ഉത്തരവാദിത്വം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. തന്നോട് തന്നെയുള്ള ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്. തൻ്റെ ശരീരത്തെ നാശത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങളുമായി മനുഷ്യൻ പോകരുത്. കുടുംബത്തോട് ബാധ്യതയുണ്ട്, നാടിനോട് ബാധ്യതയുണ്ട്, സമൂഹത്തോട് ബാധ്യതയുണ്ട്, ഇവിടുത്തെ പരിസ്ഥിതിയോട് ബാധ്യതയുണ്ട്.
ഈ നാടിനെ സംരക്ഷിക്കേണ്ടവൻ ഈ നാട്ടുകാർ തന്നെയാണ്. ഈ ഉത്തരവാദിത്വങ്ങൾ വളർന്നു വരുന്ന തലമുറകളിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതോ അതിർവരമ്പുകൾക്കപ്പുറത്തു നിന്ന് കടന്നു വരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആധുനിക സാങ്കേതിക വിദ്യയുടെ തെറ്റായ വഴികൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരം ആശയങ്ങൾ ചെറുപ്പക്കാരിലേക്ക് കടന്നു വരുമ്പോൾ അത് ഈ രാജ്യത്തിൻ്റെ ഭാവിയെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരാശയം, മനുഷ്യപ്പറ്റിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയം ഈ നാട്ടിൽ ജനിക്കുന്ന ഓരോ മക്കളുടെയും മനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ നേടണം. അതെപ്പോഴും ഓർത്തുകൊണ്ടവർ വളർന്നു വരണം. അവർ ഈ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി നിലകൊള്ളണം. അതിനുവേണ്ടിയാണ് SYS ഈ ഒരു ആശയവുമായി രംഗത്ത് വന്നത്. സൗഹൃദ നടത്തം, ബാനറും കൊടിയുമില്ലാതെ, മുദ്രാവാക്യങ്ങളില്ലാതെ മൗന സഞ്ചാരത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. അതാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ സംഘടനയുടെയോ ലേബിളിലല്ലാതെ തന്നെ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്ന ഈ ആശയത്തിന് ഇക്കഴിഞ്ഞ മുഴുവൻ ജില്ലകളിലും ഇന്ന് ഇടുക്കിയിലും ലഭിച്ചിട്ടുള്ള സ്വീകാര്യത ഈ ആശയത്തിൻ്റെ മഹത്വത്തെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ മഹനീയ ആശയത്തിനു വേണ്ടി ചാറ്റൽ മഴയുടെ മനോഹരമായ കാഴ്ചയിൽ, ഹരിതാപമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നാലുഭാഗത്തും തല ഉയർത്തി നിൽക്കുന്ന പർവ്വതങ്ങളുടെ ആ കാഴ്ചകളെ സാക്ഷി നിർത്തിക്കൊണ്ട് മഹത്തുക്കളായ ജനപ്രതിനിധികളും നേതാക്കന്മാരും ഞങ്ങളോടൊപ്പം വന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. തീർച്ചയായും ഈ ഒരു ആശയം വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സദസ്സിന്, ഈ സംഗമത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.